നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ജില്ലയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രത്യേക യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നു. പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം. ഓങ്ങല്ലൂർ വാടാനാംകുറിശ്ശിയിൽ വീട്ടുവളപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം വീട്ടുടമസ്ഥയായ സ്ത്രീയുടെ ബന്ധുവിൻ്റേതെന്ന സംശയം. സംഭവത്തിന്റെ ദുരൂഹത അഴിക്കാൻ പോലീസ് അന്വേഷണം തുടങ്ങി. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിയെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. കട്ടുപ്പാറക്കാരനായ സദറുൽ അനാമാണ് അറസ്റ്റിലായത്. കോട്ടപ്പാടം ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ വഴിയാത്രക്കാരെ ആക്രമിക്കുന്നു. ടൗണിൽ അലക്ഷ്യമായ മാലിന്യ നിക്ഷേപമാണ് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമെന്ന് ആളുകൾ. ഡെങ്കിപ്പനി ഭീതിക്കിടയിലും മണ്ണാർക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെള്ളക്കെട്ട്. ബ്ലോക്കിന്റെ അധീനതയിലുള്ള കെട്ടിടമാണ് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നത്. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ല നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനായി മലപ്പുറത്ത് ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇതിനായി 411 കോടിയുടെ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുക. സംസ്ഥാനത്ത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വൈദ്യുതി ക്ഷാമത്തിന്റെ പ്രധാന കാരണം. ഡാമുകളിൽ ആവശ്യത്തിന് ജലമില്ല. രാത്രി വൈദ്യുതി ഉപഭോഗം കൂടുന്നതുകൊണ്ട് കൂടിയ നിരക്ക് നൽകിയാണ് വൈദ്യുതി വാങ്ങുന്നത് എന്നും മന്ത്രി സണ്ണി ജോസഫ് ഓർമ്മപ്പെടുത്തി. ഇതിന് ശാശ്വത പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തടസ്സവും പരിഹരിക്കുന്നതിനും ഓരോ മണ്ഡലത്തിലെയും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് മന്ത്രി നേരിട്ട് യോഗം വിളിച്ചത്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിലുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഓരോ നിയോജക മണ്ഡലത്തിലെയും തദ്ദേശീയമായ വൈദ്യുതി പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിനുമായി MLA-മാരുടെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ യോഗം ചേരാനും മന്ത്രി നിർദ്ദേശം നൽകി. വൈദ്യുതിയുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മലപ്പുറം പാക്കേജ് നടപ്പിലാക്കുന്നതിൽ വരുന്ന കാലതാമസം, ചില സാങ്കേതിക തടസ്സങ്ങളാണ്. അതിൻ്റെ ടെൻഡർ അക്സെപ്റ്റൻസിൽ വരുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വേഗത്തിൽ പരിഹരിച്ച് മലപ്പുറം പാക്കേജ് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ യോഗത്തിൽ നിന്ന് ചർച്ച വന്നു, തീരുമാനം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മലപ്പുറത്തിൻ്റെ ജനസംഖ്യയും വിസ്തൃതിയും കണക്കിലെടുത്തുകൊണ്ട് 2 കാര്യങ്ങൾ. പുതിയ സബ്സ്റ്റേഷൻസ് വേണം, അതിൻ്റെ പ്രപ്പോസൽസ് ഉണ്ട്. ചിലത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കൂടുതൽ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പരിശോധിക്കും, പരിഗണിക്കും. പിന്നത്തത് കൂടുതലായിട്ട് കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകൾ, 10-30,000-ലധികം കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകളിൽ അവർക്ക് ആവശ്യത്തിന് സമയബന്ധിതമായിട്ട് സേവനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടും പുതിയ സെക്ഷൻ ഓഫീസുകൾ ആരംഭിച്ചുകൊണ്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, ഈ വിഷയങ്ങൾ. പിന്നെ കൂടുതൽ ലൈൻ വരിക, അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസ്ഫോമറുകൾ വേണം, ഉള്ള സബ്സ്റ്റേഷനുകളുടെ വിപുലീകരണം, ഇതൊക്കെയാണ് ഈ യോഗത്തിൽ പൊതുവിൽ ചർച്ച വന്നത്. ഓരോ നിയോജക മണ്ഡലം വൈസായിട്ടുള്ള ആവശ്യങ്ങൾ MLA-മാരുടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. MLA-മാരുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വൈദ്യുതി സംബന്ധിച്ച കാര്യങ്ങൾക്കുള്ളൊരു കമ്മിറ്റി നേരത്തെ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയെ റിവൈവ് ചെയ്ത് പുനഃസംഘടിപ്പിച്ച് പുതിയ MLA-മാരുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി ആവശ്യഘട്ടങ്ങളിൽ യോഗം ചേർന്ന് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിയുന്നത്ര യോഗം ചേർന്ന് അതാത് നിയോജക മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുക. അബ്ദുസമദ് സമദാനി MP, MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, കുറുക്കോളി മൊയ്തീൻ, PMA സമീർ, VS ജോയ്, PK നവാസ്, മഞ്ഞളാംകുഴി അലി, TP അഷ്റഫ് അലി, TV ഇബ്രാഹിം, ജില്ലാ കളക്ടർ വിനയ് കോയൽ, ADM സാദിഖ് PO, വൈദ്യുതിയുടെ വകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഓങ്ങല്ലൂർ വാടാനാംകുറിശ്ശി പൊയിലൂരിൽ വീട്ടുവളപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള മൃതദേഹം ഇവരുടെ ബന്ധുവായ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രൻ്റേതെന്ന സംശയത്തിൽ പോലീസ്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വാടാനാംകുറിശ്ശി പൊയിലൂർ AS നിലയം ജയന്തിയുടെ വീടിന്റെ മുറ്റത്തോട് ചേർന്ന തെങ്ങിൻ ചുവട്ടിലാണ് ഇന്ന് രാവിലെ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടത്. ജയന്തി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്.
രാവിലെ കാഴ്ച കണ്ട ജയന്തി ഭയന്നുപോയി. തുടർന്ന് സമീപവാസികളെ അറിയിച്ചതിനെ തുടർന്ന് ഇവർ ഷൊർണൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയന്റെ വാർഡ് കൂടിയാണ് ഇത്. അദ്ദേഹവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രസാദും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖമുൾപ്പെടെ കരിഞ്ഞ നിലയിലാണ്. പ്രാഥമികമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടുടമ ജയന്തിയുടെ അമ്മാവനായ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രൻ എന്നയാളാണെന്ന സംശയത്തിലാണ് പോലീസ്. ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ബന്ധുക്കളെത്തി മൃതദേഹം കണ്ടെങ്കിലും മുഖം തിരിച്ചറിയാനാവാത്തതിനാൽ ഇവർക്കും ആളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണം പിടിച്ച പോലീസ് നായ വീടിനു ചുറ്റും നടന്ന് പുറത്തെ റോഡിലൂടെ വാടനാകുറിശി ഭാഗത്തേക്ക് ഓടുകയായിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വിജയകുമാർ, CI വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. മൃതദേഹത്തിന്റെ വലതു കാൽപാദം മുട്ടിന് താഴെ നിന്നും അറ്റ നിലയിലാണ്. രാത്രി ഇയാൾ ഇവിടെ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചും എങ്ങനെ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ചുമെല്ലാം അന്വേഷണം നടത്തിവരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം കൃത്യമായി അറിയാനാകൂ എന്ന് പോലീസ് പറഞ്ഞു. പോലീസ് സംശയിക്കുന്ന ആളാണെങ്കിൽ ഉദ്ദേശം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ്. ബന്ധുക്കളുമായി അകന്നു കഴിയുകയായിരുന്ന ഇദ്ദേഹം ഏറെക്കാലമായി കേരളത്തിന് പുറത്തായിരുന്നു. ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ എത്തിയതെന്നും പറയുന്നു. സമീപത്തെ CCTVകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാർക്കും സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു വ്യക്തതയും ഇല്ല. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി സാവരിയ ആണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. ഈ കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം എന്ന യുവാവിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ ഹരിപ്പാട് ദാണപ്പടി സ്വദേശിനിയായ 22-കാരി സാവരിയയാണ് ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. ഉസ്ബെക്കിസ്ഥാൻ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 3ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് സാവരിയ. സുഹൃത്തും സഹപാഠിയുമായ പെരിന്തൽമണ്ണ കാട്ടുപാറ സ്വദേശി സദറുൽ ആനമാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. 4 ദിവസം മുൻപാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ 22-കാരനായ സദറുൽ അനാം ലാപ്ടോപ്പ് ഉപയോഗിച്ച് സവാരിയയുടെ തലയിൽ ശക്തമായി അടിക്കുകയാണ് ഉണ്ടായത് എന്നാണ് വിവരം. അടിയുടെ ആഘാതത്തിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതാണ് മരണത്തിന് കാരണം. കുറ്റകൃത്യം നടത്തിയ സദറുൽ അനാമിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുവൈത്തിലായിരുന്ന പെൺകുട്ടിയുടെ പിതാവ് വിവരമറിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട്. സാവരിയയുടെ അമ്മാവൻ ഉസ്ബെക്കിസ്ഥാനിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി. ഡൽഹിയിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഹരിപ്പാടുള്ള വീട്ടിലെത്തിക്കും. ഒറ്റപ്പാലത്ത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സ്ഥാപനത്തിലും പാലപ്പുറത്തെ ഗ്യാസ് ഗോഡൌണിന് സമീപത്തെ ഫ്ളാറ്റിലുമാണ് തീപിടുത്തം ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടർന്നു പിടിച്ചതോടെ കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, അവൻ, ഫ്രീസർ തുടങ്ങിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കടയുടമ അറിയിച്ചു. അഗ്നിരക്ഷാ സേനയുടെ സംയോജിതമായ ഇടപെടൽ കാരണം ബസ് സ്റ്റാൻഡിലെ മറ്റ് കടകളിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കാനായി. ഈ അപകടത്തിന്റെ നെട്ടൽ മാറും മുൻപാണ് ചൊവ്വാഴ്ച പുലർച്ചെ പാലപ്പുറത്ത് 2ാമത്തെ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇവിടെ ഗ്യാസ് ഗോഡൌണിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത്. സമീപത്ത് ഗ്യാസ് ഗോഡൌൺ ഉണ്ടായിരുന്നതും ഫ്ളാറ്റിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയർന്നതും പ്രദേശത്താകെ കനത്ത പരിഭ്രാന്തി പരത്തി. തുടർന്ന് ഷൊർണൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. 2 സംഭവങ്ങളിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായി. തീപിടുത്തങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെർപ്പളശ്ശേരി ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ കാറ്റിൽ മറിഞ്ഞു വീഴുന്നത് അപകട ഭീഷണിയാകുന്നു. പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി സ്ഥാപിച്ച ഡിവൈഡറുകളാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെ ചെർപ്പളശ്ശേരി ടൗണിൽ നടപ്പിലാക്കിയ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി സ്ഥാപിച്ച ഡിവൈഡറുകളാണ് കാറ്റിൽ മറിഞ്ഞുവീണ് യാത്രക്കാർക്ക് ഭീഷണിയാവുന്നത്. പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ ട്രാഫിക് ക്രമീകരിക്കുന്നതിനായി നഗരസഭ വ്യാപാരികളുടെ സഹകരണത്തോടെ താൽക്കാലികമായി സ്ഥാപിച്ചതാണ് ഇവ. ശക്തമായ കാറ്റിൽ പരസ്പരം ബന്ധിപ്പിച്ച ഡിവൈഡറുകൾ കൂട്ടത്തോടെ റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നത് പതിവാണ്. ഇതാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നത്.
ഡെങ്കി പരത്തുന്ന കൊതുകുകൾക്കെതിരെ ഹർത്താൽ, സൗഹൃദ ഫുട്ബോൾ, കൊതുക് നശീകരണം എന്നിവ നടത്തിയ മണ്ണാർക്കാട് നഗരസഭയുടെ ഹൃദയഭാഗത്തൊരു കൊതുക് വളർത്തൽ കേന്ദ്രം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള നെല്ലിപ്പുഴയിലെ കെട്ടിട സമുച്ചയത്തിലാണ് വെള്ളക്കെട്ട്. റീൽസല്ല, റിയലാവണം നഗരസഭയെന്ന് നാട്ടുകാർ. വെള്ളക്കെട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെമ്മീൻ വളർത്തണമെന്ന് പ്രദേശവാസികൾ. കൊല്ലം 10-20 ആയില്ലേ ഇതിങ്ങനെ ആയിട്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങളെ, ഇവിടെയുള്ള ഈ പാവപ്പെട്ട കച്ചവടക്കാരെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതൊരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. പക്ഷെ ഒരു സാധാരണക്കാരി, ഇവിടുത്തെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ വരുമ്പോൾ ഈ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് വേണ്ടേ വരാൻ. അതിനിപ്പോൾ ഇവിടെ തന്നെ വന്നോളന്നില്ലല്ലോ. ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ വരണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ ഇവിടേക്ക് തന്നെ വന്നോളന്നുണ്ട്, വേറെ എവിടെയൊക്കെ പോവാം? അങ്ങനെയല്ലേ മനുഷ്യർ ചിന്തിക്കുക. അപ്പം നമ്മൾ ഈ പരിചയം വെച്ചിട്ടാണ് ഈ കുട്ടികളുടെ അടുത്തേക്ക് തന്നെ വരുന്നത്. അങ്ങനെ അല്ലാത്തവരൊക്കെ ഇവിടേക്ക് വരും. എല്ലാവർക്കും വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഇതൊന്നും കണ്ടാൽ വരാൻ തോന്നും. പിന്നെ ഡെങ്കിപ്പനിയൊക്കെ നാട് നീളെയുള്ള ഒരു കാലത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ വൃത്തിയാക്കണം എന്ന് എല്ലാ വീട്ടിൽ കൂടി നടന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അവർ തന്നെ ഇങ്ങനെ ആക്കി കാണിക്കുമ്പോൾ എന്താ അതിനൊരു മറുപടി അവർക്ക് പറയാനുള്ളത്? അത് വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ വ്യവസായ വിപണനത്തിന് വേണ്ടി ദേശീയപാതയ്ക്ക് സമീപം നെല്ലിപ്പുഴയിൽ 2005 കെട്ടിടം നിർമ്മിച്ചത്. ചാറ്റൽ മഴ പെയ്താൽ പോലും കനത്ത വെള്ളക്കെട്ടാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത നവീകരണത്തോടെ ഇവിടെ റോഡ് ഉയരുകയും കെട്ടിടം താഴുകയും ചെയ്തു. കോംപ്ലക്സിന് ഇരുവശത്തും കെട്ടിടങ്ങൾ ഉയർന്നതോടെ വെള്ളം ഒലിച്ചു പോകാൻ വഴിയില്ലാതായി. മുറ്റത്ത് കട്ട പതിച്ചതോടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനും നിർവാഹമില്ല. നിരവധി പരാതികളാണ് താൻ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയതെന്ന് വാടകക്കാരനായ രാധാകൃഷ്ണൻ പറഞ്ഞു. നടപടികൾ ഇപ്പോൾ പൈപ്പ് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൈപ്പ് ഇട്ടിട്ടില്ല. ഇപ്പോൾ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുകയാണ്. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാംക്രമിക രോഗങ്ങൾ മണ്ണാർക്കാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും ഇവിടെയുള്ള നാട്ടുകാരും ജനങ്ങളും കടക്കാരും എല്ലാവരും. അതിനൊരു പരിഹാരം ഉടൻ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടു. മഴക്കാലം തുടങ്ങിയാൽ കോംപ്ലക്സിലെ കടകളിലേക്ക് കസ്റ്റമേഴ്സിന് വരാനാകില്ലെന്ന് മറ്റൊരു വ്യാപാരി പറഞ്ഞു. നിരവധി തവണ പരാതി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പരിശോധന നടത്തി മടങ്ങിയതൊഴിച്ചാൽ മറ്റൊന്നും നടന്നില്ലെന്നും വ്യാപാരി പറഞ്ഞു. മഴ വന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് വെള്ളം പൊങ്ങി ഏകദേശം നെരിയാണിക്ക് മുകളിൽ വെള്ളം പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഈ കോംപ്ലക്സിലേക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആവശ്യത്തിന് വരുന്നവർ ഇങ്ങോട്ട് വരാൻ മടിക്കുകയാണ്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ വാഹനം കയറ്റുന്നതിൻ്റെ ഒരു സൗകര്യവും ഇതിലില്ല. ഇത് ഈ റോഡ് പൊങ്ങിയതിൻ്റെ ഫലമായിട്ട് ഈ നമ്മുടെ ഫുട്പാത്ത് വന്നല്ലോ, അത് വന്ന കാരണം കൊണ്ട് വാഹനം കയറുന്ന അടിമുട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഈ കോംപ്ലക്സിലുള്ളവർ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട രീതിയിൽ വ്യാപാരം നടത്തുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാത്തൊരു സാഹചര്യമുണ്ട്. കസ്റ്റമേഴ്സ് വരാത്ത സാഹചര്യം, അതിലും ഞങ്ങൾ വലിയ ഒരു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരിഹാരം നിരന്തരമായിട്ട് അധികാരികളോട് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരിഗണനയിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ ഗിരീഷ് ഗുപ്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് ഞങ്ങളോട് അറിയിച്ചിരുന്നു. അത് ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡെങ്കിക്കെതിരെ നഗരസഭ ഹർത്താലും ഫുട്ബോൾ കളിയും നടത്തുന്നതിനോടൊപ്പം ഇത്തരം കൊതുക് ഫാക്ടറികൾ ഇല്ലായ്മ ചെയ്യാനുള്ള സമയം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇടവേള. വാർത്തകൾ തുടർന്നു. കോട്ടപ്പടം ടൗണിൽ തെരുവ് നായ ശല്യം അതിരൂക്ഷം. റോഡരികിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കളെ പിടിച്ച് വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതി. വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടിയും നായ്ക്കൾ അപകടം സൃഷ്ടിക്കുന്നു. അലക്ഷ്യമായി തള്ളുന്ന മാലിന്യമാണ് ടൗണിൽ നായ്ക്കൾ പെരുകാനുള്ള പ്രധാന കാരണം. കോട്ടപ്പടം ടൗണിലെ ഭാഗങ്ങളിൽ പല കൂട്ടങ്ങളായാണ് തെരുവുനായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. പാതയോരത്ത് നായ്ക്കൾ കൂട്ടമായി എത്തുന്നത് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. നായ്ക്കൾ റോഡിലേക്ക് ഓടി വരുന്നതും അലക്ഷ്യമായി നടക്കുന്നതും ചെറിയ വാഹനങ്ങളെ അപകടത്തിലാക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നായ്ക്കൾ നിൽക്കുന്നതിനാൽ ഭയന്ന ആളുകൾ വരുന്നില്ലെന്നും ഉടമകൾ പറയുന്നു. ടൗണിലും പരിസരത്തും അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇത്രയധികം നായ്ക്കൾ പെരുകാൻ കാരണം.
വിദ്യാലയങ്ങളിലെ ഗൃഹസന്ദർശന പരിപാടിയുടെ ആനമങ്ങാട് AUP സ്കൂളിലെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നജീബ് കാന്തപുരം MLA സ്കൂൾ സന്ദർശിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച വിദ്യാർത്ഥികളുടെ ഗൃഹസമ്പർക്ക പരിപാടി വിദ്യാലയങ്ങളിൽ തുടക്കമായി. വിദ്യാർത്ഥികളുടെ ഗൃഹസന്ദർശനത്തോടൊപ്പം അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും വിദ്യാഭ്യാസ പ്രക്രിയയിൽ മുന്നേറാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഗൃഹസന്ദർശന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ ഗൃഹസന്ദർശനത്തിന് ശേഷം ലൊക്കേഷൻ മാപ്പ് സഹിതം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നതാണ് പരിപാടി. ഞാനെത്തും ദൂരം കയ്യെത്തും ദൂരം എന്ന പേരിൽ ആനമങ്ങാട് AUP സ്കൂളിലും ഗൃഹസന്ദർശന പരിപാടി ആരംഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഞാനെത്തും ദൂരം കയ്യെത്തും ദൂരം ഞാനും എൻ്റെ കുട്ടികളും ഗൃഹസന്ദർശന പരിപാടി എന്ന പേരിലുള്ള ഒരു നല്ല പ്രോജക്റ്റ് ആനമങ്ങാട് AUP സ്കൂൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികൾ വീടുകൾ സന്ദർശിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക, അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി സ്കൂളിൽ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ സംഗതികളാണ് ഇവിടെ ഈ ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആനമങ്ങാട് സ്കൂൾ ചെയ്യുന്നത്. അതിന് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സ്കൂൾ അധ്യാപകരെയും PTയെയും മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുക. പരിപാടിയുടെ ഭാഗമായി നജീബ് കാന്തപുരം MLA സ്കൂൾ സന്ദർശിച്ചു. വിവിധ രംഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുന്ന ആനമങ്ങാട് AUP സ്കൂളിനെ MLA അഭിനന്ദിച്ചു. ആനമങ്ങാട് UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വെറൈറ്റികളും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാലയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളൊക്കെ ഏറ്റവും നന്നായി, പ്രത്യേകിച്ച് അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വളരെ വ്യതിരക്തമായി നിൽക്കുന്ന പ്രോജക്റ്റുകളും പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ മനോഹരമായി ഒരു ചാർട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഞാനെത്തും ദൂരം കയ്യെത്തും ദൂരം എന്ന നിലയിൽ ഓരോ കുട്ടിയും എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ആ കുട്ടിയുടെ വീട് എവിടെയാണ്, ആ കുട്ടി എങ്ങനെയാണ് വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ഗ്രാഫിക്കലായി ബോധ്യപ്പെടുത്തുന്ന ഒരു ഗൂഗിൾ മാപ്പ് പോലെ കുട്ടികളെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ മാതൃക വളരെ ഭംഗിയായിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ EP അയ്യൂബ്, പ്രധാനാധ്യാപിക NP ഋത, NP മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി നിരവധി വീടുകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ഇഴയടുപ്പം സൃഷ്ടിക്കുന്നതിനും ഗൃഹസന്ദർശന പരിപാടി ഏറെ സഹായകമായെന്ന് അധ്യാപകർ പറഞ്ഞു. എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ക്ലാസ് അധ്യാപകരെത്തി അവരുടെ ഭൗതിക സാഹചര്യങ്ങളെ കണ്ടെത്തി അവരുടെ വീട്ടുകാരെ മനസ്സിലാക്കി പഠന പ്രക്രിയ വളരെ നല്ല രീതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിയുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഈ പരിപാടി ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടപ്പാക്കി വരുന്നത്. ഇപ്രാവശ്യം അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ വീടുകളുമായി ബന്ധപ്പെട്ട ഒരു മാപ്പ് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആർക്ക് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലും ഓരോ കുട്ടിയും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയുന്നതിന് ഈ മാപ്പ് സഹായിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ കുട്ടികളുടെ പഠന സംവിധാനത്തിൽ കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം കൂടെയുണ്ട്. മാനത്തുമംഗലം ഓരോടമ്പാലം റെയിൽവേ ഓവർബ്രിഡ്ജ് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം മലബാർ ഗ്രാൻഡ് ഹോട്ടലിൽ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. മാനത്തുമംഗലം ഓരാടംപാലം റെയിൽവേ മേൽപ്പാലം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K. സുബ്രഹ്മണ്യൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി PP അബ്ബാസ്, ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ, ട്രഷറർ C. അഷ്റഫ്, ഏരിയ കമ്മിറ്റി അംഗം ഫൈസൽ മേലാറ്റൂർ, യൂണിറ്റ് ട്രഷറർ ഇമേജ് ഹുസൈൻ, K. മുഹമ്മദ് ഇക്ബാൽ, സമിതി വനിതാ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അമ്മു K. ശശി, വനിതാ ഏരിയ സെക്രട്ടറി M. ജാസ്മിൻ, M. ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു.
പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകൾക്കിടയിലെ ടാർ ഇളകിപ്പോന്ന് പാലത്തിന് മുകളിൽ റോഡ് തകർച്ച. 4 ജോയിന്റ് സ്പാനുകൾക്കിടയിലാണ് തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് യാത്രക്കാരിൽ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ്. 6 മാസങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയ പാലത്തിന് മുകളിലാണ് തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ പാലത്തിന് മുകളിൽ സ്പാനുകളിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നുപോയിരുന്നു. തുടർന്ന് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ജനുവരിയിൽ പാലം അടച്ചിട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. 25 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചായിരുന്നു പ്രവൃത്തികൾ. വർഷങ്ങളുടെ പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലാണെന്ന ആക്ഷേപവും ഇതിനിടെ ഉയർന്നു. 3 വർഷങ്ങൾക്ക് മുൻപും പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് പാളികൾ അടർന്നുപോയത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകൾക്കിടയിലെ ടാർ ഇളകിപ്പോന്ന കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെ സ്പാനുകളിലെ കമ്പികൾ പുറത്തേക്ക് വന്നു തുടങ്ങി. മഴ തുടങ്ങിയതോടെ ടാർ വലിയ തോതിൽ ഇളകിപ്പോരാൻ തുടങ്ങിയിട്ടുണ്ട്. തകർച്ച രൂക്ഷമായാൽ ഇത് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതത്തെയും ബാധിക്കും. അതിനു മുൻപ് തന്നെ തകർച്ച പരിഹരിക്കണമെന്നാണ് ആവശ്യം. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPI എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ എടത്തനാട്ടുകര മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. എടത്തനാട്ടുകര മൻസിൽ കോംപ്ലക്സിൽ നടന്ന ചടങ്ങ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് കൂടി അപഗ്രഥിക്കാൻ കഴിയുമ്പോഴേ ഒരു പൂർണ്ണ വിദ്യാർത്ഥിയായി, ഒരു പൂർണ്ണ പഠിതാവായി നമ്മൾ മാറുകയുള്ളൂ. കേവലം പരീക്ഷയിലെ ചോദ്യപേപ്പറിലെ ഉത്തരങ്ങളും ചോദ്യങ്ങളും പാഠപുസ്തകങ്ങളും സിലബസും അതിന്റെ ഉൾവഴികളും അത് മാത്രമായി ജീവിക്കുന്നതിനപ്പുറം ഈ ലോകത്തേക്ക് കണ്ണു തുറക്കുക, സമൂഹത്തിലേക്ക് കണ്ണു തുറക്കുക, നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിയുക, അതിലൂടെയുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ വിദ്യാർത്ഥിയായി മാറുന്നത്. സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. CPI മണ്ണാർക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി K രവികുമാർ, മൻസിൽ അബൂബക്കർ, അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 80ഓളം കുട്ടികൾക്ക് ആദരവ് നൽകി. വായനാ പക്ഷാചരണം മണ്ണാർക്കാട് താലൂക്ക് തല സമാപനം കോട്ടോപ്പാടം വടശ്ശേരിപ്പുറം SAHM ഗവൺമെന്റ് ഹൈസ്കൂളിൽ കൊടക്കാട് EMS പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ വായനാ പരിപോഷണത്തിന്റെ ഭാഗമായി ജൂൺ 19 PN പണിക്കർ അനുസ്മരണത്തോടെയാണ് വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. IV ദാസ് ഓർമ്മദിനമായ ജൂലൈ 7-നാണ് സമാപനം നടന്നത്. മണ്ണാർക്കാട് താലൂക്ക് തല സമാപനം വടശ്ശേരിപ്പുറം SAHM ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനാശാല സെക്രട്ടറി C രാമൻകുട്ടി അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ K ബാബുരാജ്, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ PN മോഹനൻ, K ഹരിദാസൻ, RS ഹബീബുള്ള, KS ജയൻ, K കുഞ്ഞയമ്മു, K വിജയൻ, K സംഗീത, KV രമ, C അനഘ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുടുംബശ്രീ ഭാരവാഹികൾ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത ജനറൽ ബോഡി ചേർന്നു. K പ്രേംകുമാർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 218 കുടുംബശ്രീ യൂണിറ്റുകളിലെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ADS, CDS അംഗങ്ങൾ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത ജനറൽ ബോഡി യോഗമാണ് ചേർന്നത്. ഇവിടെ നിന്ന് CDS ചെയർപേഴ്സണോ വൈസ് ചെയർപേഴ്സണോ CDS മെമ്പർമാർക്കോ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കോ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർക്കോ ഒന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ സാധിക്കില്ല. എല്ലാ ആഴ്ചയിലും കുടുംബശ്രീ യോഗം ചേരുക, പൊതുവിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യുക. അവരുടെ ജീവിതത്തിൽ കുടുംബശ്രീയുടെ തൃപ്തിമണിയായിട്ട് തരേണ്ട പൈസ വാങ്ങുക എന്നതിനപ്പുറത്ത് ആ കുടുംബശ്രീ അംഗങ്ങളുമായി ഒരു ജൈവബന്ധം, ഒരു സ്നേഹബന്ധം, ഒരു അടുപ്പം, ഒരു യോഗത്തിന് വന്നില്ലെങ്കിൽ അത് വിളിക്കാനും അന്വേഷിക്കാനും, അത് നല്ല നിലയിൽ സ്ത്രീകൾക്കിടയിൽ, കുടുംബശ്രീ അംഗങ്ങൾക്കിടയിലെങ്കിലും ഒരു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുൻകൈ എടുക്കാൻ ചുമതലപ്പെട്ടവരായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളെ കണ്ടായിരിക്കണം അവർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, അവർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, അവർ ADS മെമ്പർ ആയിരിക്കുമ്പോൾ എത്ര നന്നായിട്ടാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എന്നതുപോലെ ഓരോ കുടുംബശ്രീ അംഗങ്ങളെയും അവർ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത് എന്ന് മറ്റു കുടുംബശ്രീ അംഗങ്ങൾക്ക് വരെ മാതൃകയാക്കാവുന്ന നിലയിൽ ഒരു
തുടക്കം, ഒരു നല്ല തുടർച്ച നമ്മുടെ ഓരോ കുടുംബശ്രീ അംഗത്തിനും ഉണ്ടാകാൻ കഴിയും. CDS ചെയർപേഴ്സൺ ടി സൗമ്യ അധ്യക്ഷയായി. DPM സബിത ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ, വൈസ് പ്രസിഡന്റ് M അരുണ, സ്ഥിരം സമിതി അധ്യക്ഷരായ KK ലിനി, VC ഉണ്ണികൃഷ്ണൻ, AN ദൃശ്യ, C ഓമന, N വിദ്യാലക്ഷ്മി, K ശാലിനി, P മണികണ്ഠൻ, V ഗിരിജ KV, ഗോപാലൻകുട്ടി, P രജനി, വൈസ് ചെയർപേഴ്സൺ S രാജശ്രീ എന്നിവർ സംസാരിച്ചു. 3 മാസത്തേക്കുള്ള കർമ്മ പദ്ധതി ജനറൽ ബോഡി അംഗീകരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ. BJP അലനല്ലൂർ മാളിക്കുന്ന് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു. ദീപം 2026 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC, +2, LSS, USS, NNMS തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഓടപ്പഴം പുരസ്കാര ജേതാവ് ഞാറളത്ത് മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴയ പഞ്ഞമാസക്കാലങ്ങളിൽ നിന്ന് ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ജീവിതം കളർഫുൾ ആണെന്നും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഞാറളത്ത് മനോജ് പറഞ്ഞു. വളരെയധികം സന്തോഷം. നമ്മുടെ നാട്ടിലെ ഇത്രയും കുട്ടികൾ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 1-2 കുട്ടികൾ കഷ്ടി ജയിച്ചു അത്രേ പറയപ്പെട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ മാറി. ഞാൻ പറയുന്നോണ്ടായിരിക്കും തോന്നുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. പണ്ടത്തെ ഭക്ഷണ രീതി പോലും അറിയാത്ത കുട്ടികളുണ്ട്. അറിയോ? ഇല്ലല്ലോ. താളും തകരയും മുമ്മാസം, ചക്കി മാങ്ങി മുമ്മാസം, ചേനും ചേമ്പും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. മനസ്സിലായി? എന്തേലും ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ കാരണന്മാർക്കൊക്കെ അറിയാണ്ടാവും. താളും തകരയും എന്ന് പറയുന്ന ഒരു നാട്ടു ചെടി അല്ലെങ്കിൽ നാട്ടു ഇലയാണ് താളും തകരയും. അതാ മുമ്മാസം. 3 മാസം കഴിക്കും താളും തകരയും. ചക്കി മാങ്ങി, പിന്നെ ചക്കടി മാങ്ങയുടെ കാലം. ചക്കി മാങ്ങി മുമ്മാസം. അപ്പൊ എത്ര മാസമായി? മുമ്മാസം പറഞ്ഞ എത്ര മാസം? താളും തകരയും മുമ്മാസം, ചക്കി മാങ്ങി മുമ്മാസം. പിന്നെ കിഴങ്ങ് വർഗത്തിന്റെ കാലമാണ്. ചേനി ചേമ്പും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കാലഘട്ടം. ചേനി ചേമ്പും മുമ്മാസം. പിന്നെ അങ്ങനെ ഇങ്ങനെ മുമ്മാസം. എന്തൊക്കെ കിട്ടും അതൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ 90 കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കളർഫുൾ ജീവിതമാണ്. സ്കൂളുകളിൽ പോലും കളർഫുള്ളാണ്. കഴിക്കുന്ന ഭക്ഷണമൊക്കെ കളർഫുള്ളാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താ പറയാ, പഠിക്കാനുള്ള സാധ്യതകളും അവസരങ്ങളും ഒക്കെ ഒരുപാടാണ്. അപ്പൊ അതൊക്കെ പരമാവധി ഉപയോഗിക്കുക. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് MP ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ, ശിവദാസൻ പാറക്കൽ, സേതുമാധവൻ, പ്രേമൻ, ദിനേശ്, KK സജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ചെർപ്പളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-2027 അധ്യയന വർഷത്തെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് ഉദ്ഘാടനം നടന്നു. പ്രൗഢഗംഭീരമായ വിജ്ഞാനോത്സവം 2026 കോളേജ് മാനേജർ മജീദ് മണ്ടിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദിൻ K അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് P, ഐഡിയൽ ITE പ്രിൻസിപ്പൽ റെയ്ഹാനത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിക്കുകയും പുതിയ ബാച്ചിന് ആശംസകൾ നേരുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വ്യക്തിത്വ വികാസത്തിനും കരിയർ വളർച്ചയ്ക്കും ഐഡിയൽ ക്യാമ്പസ് സദാ സന്നദ്ധമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച പ്രമുഖർ വ്യക്തമാക്കി. പ്രമുഖ ട്രെയിനർ ശ്രീദേവി ഐസ് ബ്രേക്കിംഗ് സെഷന് നേതൃത്വം നൽകി. പരിപാടിയിൽ പുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ ഒരു KG കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചോ അതേപോലെ നമ്മൾ ലൈഫ് സെറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭൂലോകത്ത് മുഴുവൻ വിജയിച്ചു. ഈ സമയത്ത് നമ്മൾ ഫെയിലായാൽ നമ്മൾ ഭൂലോകത്ത് മുഴുവൻ ഫെയിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ, അത് ഇവിടുത്തെ ഏത് ഗവൺമെന്റ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ ഇല്ല. അത് ഉള്ള പാലക്കാട് ജില്ലയിലെ ഏക സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയൽ കോളേജാണ്. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാർ ആയിക്കോട്ടെ, ടീച്ചറാവട്ടെ, എവ്രിബഡി ദേ ടോൾഡ് അബൌട്ട് the value of education and how we want to spend our coming days in this college.
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ജൂലൈ 5 ചെപ്ലശ്ശേരി ഉണർവ് ഡേ കെയറിൽ ബഷീർ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന പ്രശസ്ത കൃതിയിലെ കഥാപാത്രങ്ങളായി വേഷമണിഞ്ഞാണ് എത്തിയത്. ഉണർവ് ഡേ കെയർ പ്രിൻസിപ്പൽ സ്വയംപ്രഭ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ജില്ലയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രത്യേക യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നു. പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം. പൊങ്ങല്ലൂർ വാടാനാംകുറിശ്ശിയിൽ വീട്ടുവളപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം വീട്ടുടമസ്ഥയായ സ്ത്രീയുടെ ബന്ധുവിൻ്റേതെന്ന സംശയം. സംഭവത്തിന്റെ ദുരൂഹത അഴിക്കാൻ പോലീസ് അന്വേഷണം തുടങ്ങി. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിയെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. കട്ടുപ്പാറക്കാരനായ സദറുൽ അനാമാണ് അറസ്റ്റിലായത്. കോട്ടപ്പാടം ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ വഴിയാത്രക്കാരെ ആക്രമിക്കുന്നു. ടൗണിൽ അലക്ഷ്യമായ മാലിന്യ നിക്ഷേപമാണ് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമെന്ന് ആളുകൾ. ഡെങ്കിപ്പനി ഭീതിക്കിടയിലും മണ്ണാർക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെള്ളക്കെട്ട്. ബ്ലോക്കിന്റെ അധീനതയിലുള്ള കെട്ടിടമാണ് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നത്. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.